വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പീരീഡ്സുമായി ബന്ധപ്പെട്ട മിത്തുകളും ഫാക്റ്റുകളെ പറ്റിയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നാണ്. നമ്മൾ 21ാം നൂറ്റാണ്ടെത്തിയെങ്കിലും നമ്മൾ പല രീതിയിലുള്ള പീരീഡ്സുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊരു അശുദ്ധ സമയമാണ്, അല്ലെങ്കിൽ ഇവിടെ തൊടരുത്, അവിടെ തൊടരുത്, കുളിക്കരുത്, നനയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നമ്മൾ ശാസ്ത്രീയമായ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ നോക്കുകയാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇതിലുണ്ടാകാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തതും ഏറ്റവും വലിയതുമായിട്ടുള്ള ഒരു മിത്താണ് ഈ പീരീഡ് സമയത്ത് വരുന്ന രക്തം അശുദ്ധ രക്തമാണ് അല്ലെങ്കിൽ കേടായ രക്തമാണ് എന്ന് പറയുന്നത്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് ഈ ആർത്തവം എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഈ ആർത്തവ രക്തം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ ശരീരം എല്ലാ മാസവും ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കും. അപ്പോൾ നമുക്ക് ഈ ഗർഭധാരണത്തിന് ആ സമയത്ത് നമ്മുടെ ഗർഭപാത്രത്തിനുള്ളിൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു പാളി രൂപപ്പെടുകയും അപ്പോൾ ഗർഭധാരണം നടക്കാതെ വരുമ്പം ഈ പാളിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് ഈ ആർത്തവം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ മറ്റ് ഭാഗത്തോട് ഓടുന്ന സാധാരണ രക്തം പോലെ തന്നെ ആ സാധാരണ രക്തമാണിത്. അതിൻ്റെ കൂടെ കുറച്ച് കോശങ്ങളും ടിഷ്യൂസും അതേപോലെ തന്നെ കുറച്ച് മ്യൂക്കസും ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് ഇത് പുറന്തള്ളുന്നത്. അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ള പ്രക്രിയയാണ്, അല്ലാതെ ഒരു അശുദ്ധമായിട്ടുള്ള രക്തമോ അതൊന്നുമല്ല. കാരണം സൃഷ്ടി നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പവിത്രമായ പ്രക്രിയയാണ്. രണ്ടാമത്തെ മിത്ത് എന്ന് പറയുന്നത് ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾ അച്ചാറി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടായി പോകും. പിന്നെ ചില ചെടികളിലൊക്കെ സ്പർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങിപ്പോവും, കരിഞ്ഞു പോകും. പിന്നെ അടുക്കളയിലൊന്നും കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നതാണ്. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ സ്ത്രീകൾക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇപ്പോഴത്തെ പോലെ ലൈഫ് ഈസി ആക്കാനുള്ള ഗ്യാസോ അല്ലെങ്കിൽ മിക്സിയോ ഗ്രൈൻഡറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നു. അപ്പം ഇവർ വിറകൊക്കെ ചുവന്നൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ചുവന്നൊക്കെ കൊണ്ടുവന്ന് വേണം അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് കുറച്ച് വിശ്രമം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഈ പീരീഡ്സ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇവരെ മാറ്റി നിർത്തുകയും ബാക്കിയുള്ളവർ പണിയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സമയത്ത് അച്ചാർ തൊട്ട് കഴിഞ്ഞാൽ കേടായി പോകും എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. കാരണം ഏതൊരു സമയത്ത് അച്ചാറിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടായി പോകും എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. കാരണം ഏത് അച്ചാറാണെങ്കിലും കുറച്ച് ഈർപ്പോ അല്ലെങ്കിൽ നനവൊക്കെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടായി പോകും. പിന്നെ ചെടികളിൽ അരിവേപ്പില, കറിവേപ്പില, തുളസി, കൂവളം അങ്ങനെയുള്ള ചെടികളിലൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് ചുമ്മയാണ്. നമ്മൾ പലരും അതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തൊട്ടിട്ടുണ്ടാവും. അത് ഇതുവരെ കരിഞ്ഞൊന്നും പോയിട്ടുണ്ടാവത്തില്ല. ഞാനും അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കഴിക്കരുതെന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഈ അച്ചാറിലൊക്കെ ഒരുപാട് ഉപ്പടങ്ങിയിട്ടുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്. മൂന്നാമത്തെ വലിയൊരു മിത്താണ് പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയും. ഹിന്ദുസത്തിൽ പറയുന്നത് 2 പേർക്കാണ് സൃഷ്ടി നടത്താൻ സാധിക്കുന്നത്. ഒന്ന് ഭഗവാനും രണ്ടാമത്തത് സ്ത്രീക്കുമാണ്. അതിൽ പുരുഷന് ഭാഗമല്ല എന്നല്ല, പക്ഷെ ഒരു 90% അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ ഒരു കുഞ്ഞിന് ജീവൻ നൽകുന്ന ഒരു സ്ത്രീയെ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാത്തത്. അതേപോലെ തന്നെ ഭഗവാനും ഈ ആർത്തവത്തിലുള്ള സ്ത്രീക്കും ഒരേപോലെ പോസിറ്റീവ് എനർജി ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് അമ്പലത്തിൽ കയറരുത് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചിലപ്പം അറിയാതെയൊക്കെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ കയറിയിട്ടുണ്ടാകാം. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോ മനുഷ്യരുടെ വിശ്വാസമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാണ്ടാത്തവർക്ക് വിശ്വസിക്കേണ്ട എന്നേ ഉള്ളൂ. നാലാമത്തെ മിത്താണ് പീരീഡ് സിൻക്രനൈസേഷൻ. നിങ്ങൾ ഹോസ്റ്റലുകളിലൊക്കെ താമസിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഒരേ റൂമിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് അടുത്തൊക്കെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് പീരീഡ്സ് ആകുന്നതോ. ഞാനും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് എവിടെയോ അമ്പലത്തിലോ എവിടെയോ പോകണമായിട്ട് ഞാൻ ഒന്ന് പീരീഡ്സ് പെട്ടെന്നായാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പീരീഡ്സ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി കിടന്ന് അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പീരീഡ്സ് ആകുകയും ചെയ്തു.
ഇത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആണ്, അല്ലാതെ പീരീഡ്സ് ഇങ്ങനെ പകർച്ചവ്യാധി പോലെ പകർന്നു വരുന്നതല്ല. പിന്നെ 1971 ഒരു സ്റ്റഡി പറയുന്നുണ്ട് ഫെറമോൺസ് കാരണം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിസ്ഥാനമൊന്നുമില്ല, ഇൻസിഡൻസ് ആണ്. പിന്നെ നമുക്കറിയാലോ, ഒരു മാസത്തിന് എന്തായാലും അടുപ്പിച്ചടുപ്പിച്ചാണ് 2 പേർക്ക് പീരീഡ്സ് വരത്തുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, പിന്നെ നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന, ഒരു റൂമിൽ താമസിക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരേ ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കും, ഒരേ സ്ട്രെസ് ലെവലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ പീരീഡ്സ് ബ്ലഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുന്ദരിയാകും, സ്കിൻ കെയറിനൊക്കെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. എനിക്കതിനോട് യോജിക്കാനേ പറ്റുന്നില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് വലിയ സ്കിൻ കെയറിന് പറ്റിയ കണ്ടൻറ്റൊന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ ഈ സ്പേമൊക്കെ നമ്മുടെ ഫേഷ്യൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നൊന്നുമില്ല, അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ അകത്ത് സയൻറ്റിഫിക് എവിഡൻസോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പീരീഡ്സ് ബ്ലഡ് അത് പറഞ്ഞിട്ട് വല്ല ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ എടുത്ത് തേക്കുന്ന വീഡിയോ. അത് കണ്ട് ആദ്യം വിശ്വസിച്ച് ഇതൊന്നും എടുത്ത് തേച്ചേക്കരുത്. എനിക്ക് ഈ പീരീഡ്സ് ബ്ലഡിനോട് അറപ്പായിട്ടൊന്നും അല്ല, പക്ഷേ അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ എനിക്കത്ര യോജിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പീരീഡ്സ് ബ്ലഡ് നമ്മുടെ ഈ സാത്താൻ ഡെവിൾ വർഷിപ്പേഴ്സൊക്കെ എന്താണ് കട്ടെടുത്തോണ്ട് പോയിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ ഞാൻ പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയും, ഇതൊക്കെ എന്താണ് സാത്താൻ വർഷിപ്പേഴ്സ് എന്താണ് അവരുടെ മന്ത്രവാദത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഹോസ്റ്റലുകളിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ ന്യൂസൊക്കെ ഇങ്ങനത്തെ കിട്ടുമല്ലോ, എന്താ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുശുമ്പൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഉള്ള മിത്തുകളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അടുത്തൊരു മിത്താണ്, ഈ പീരീഡ് സമയത്ത് കുളിക്കാൻ പാടില്ല, തല കഴുകാൻ പാടില്ല, തല കഴുകിയാലൊക്കെ രക്തയോട്ടം കുറയും, വയറുവേദന കൂടുമെന്നൊക്കെ പറയുന്ന അത് വെറും തെറ്റായ ധാരണയാണ്. കാരണം ഈ പീരീഡ് സമയത്ത് ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വമാണ് പ്രധാനം. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ രാവിലെ എണീറ്റ് കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് അടിച്ച് കുളിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇത് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത്. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്കും നമുക്ക് പേശികൾക്കൊക്കെ അയവൊക്കെ വന്നിട്ട് നമ്മുടെ ഈ പീരീഡ്സ് ക്രാമ്പൊക്കെ കുറയ്ക്കാനും അല്ലെങ്കിൽ പേശിവേദനയോ അല്ലെങ്കിൽ വയറുവേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കുളിക്കുന്നത് കൊണ്ടോ തല കഴുകുന്നതുകൊണ്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. കൂടുതലും നമുക്ക് ഇച്ചിരി കൂടെ ഒരു എനർജി കിട്ടുകയാണ് ചെയ്യുക. അടുത്തൊരു വിചിത്രമായിട്ടുള്ള മിത്താണ്, പീരീഡ് സമയത്ത് പുളിയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. പുളിയുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടും. അതേപോലെ തന്നെ തണുത്ത വെള്ളമോ തണുത്ത ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല, രക്തം കട്ട പിടിക്കുമെന്ന്. എനിക്കിത് ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇതെങ്ങനെയാ ഇങ്ങനെ, അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നെ എൻ്റെ ഹോസ്റ്റലുകളിലൊക്കെ കണ്ടിട്ടുള്ളത് പീരീഡ് സമയത്ത് കൂടുതലായിട്ടും ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആൾക്കാരെയാണ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര വിചിത്രമാട്ടോ. സാധാരണ ഈ പീരീഡ്സ് ബ്ലഡും ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ തണുത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ട് അത് നമ്മളെ ഗർഭപാത്രത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഭക്ഷണം പോകുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലോട്ടാണ് പോകുന്നത്. അല്ലാതെ ഈ സമയത്ത് എന്താണ് ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്പം എരിവുള്ള ഭക്ഷണമോ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷേ പുളി കഴിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നും നമുക്കുണ്ടാകുന്നില്ല. ഇഷ്ടപ്പെട്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ടാംപോൺസ് ഒക്കെ പീരീഡ് സമയത്ത് ഉപയോഗിക്കുന്നത് വെർജിനിറ്റി അഫക്റ്റ് ചെയ്യുന്നു. ഇത് ഒരിക്കലും വെർജിനിറ്റി അഫക്റ്റ് ചെയ്യില്ല. വെർജിനിറ്റി പോകുന്നത് നമ്മളൊരു സെക്ഷൽ ഇന്റർകോഴ്സ് വഴി മാത്രമാണ്. അല്ലാതെ നമ്മുടെ വജൈനിൽ ഈ ടാംപോൺസോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ വെർജിനിറ്റി ഒന്നും നഷ്ടപ്പെടുത്തില്ല. നമ്മൾ എന്തായാലും ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഒരു സ്മോൾ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള ടാംപോൺസും മെൻസ്ട്രൽ കപ്പും ഒക്കെ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഈ ഹൈമൻ എന്നാണ് നമ്മുടെ വെർജിനിറ്റിയുടെ ഒരു ഇതെന്ന് പറയുന്നത്, ഹൈമൻ പോവുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഹൈമൻ എന്ന് പറയുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സാധനമല്ല. നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ അല്ലെങ്കിൽ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഹൈമൻ എന്ന് പറയുന്ന ഒരു നേർത്ത പാളിയാണ്. അതൊക്കെ നമുക്ക് പൊട്ടിപ്പോകാനുള്ള നേരത്തെ തന്നെ സാധ്യതയുണ്ട്. നമ്മളൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ വെർജിനിറ്റി നഷ്ടപ്പെടുള്ളൂ. അല്ലാതെ
അല്ലാതെ ഈ മെൻസ്ട്രൽ കപ്പോ അല്ലെങ്കിൽ ടാമ്പൂൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വെർജിനിറ്റി ഒന്നും നഷ്ടപ്പെടില്ല. നമ്മുടെ ടീനേജേഴ്സിനൊക്കെ ഇത് ഒരു പേടി കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അടുത്തൊരു മിത്താണ്, നമ്മൾ പീ ചെയ്യുന്നതും അത് നമ്മുടെ പീരിയഡ്സ് ബ്ലഡ് വരുന്നതും ഒരേ ഹോളിൽ നിന്നാണ്. അത് തെറ്റായ ധാരണയാണ്. നമ്മൾ പീ ചെയ്യുന്നത് യുറേത്ര അല്ലെങ്കിൽ മൂത്രനാളിയിൽ നിന്നാണ്, അല്ലാതെ പിന്നെ നമ്മുടെ പീരിയഡ്സ് ബ്ലഡ് വരുന്നത് വജൈനൽ ഹോളിൽ നിന്നാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഭാഗത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ഈ കുഞ്ഞിലെ ഒന്നും നമുക്കിതൊന്നും അറിയത്തില്ലായിരിക്കും, പിന്നീടാണ് നമ്മൾ വായിച്ചും ഇതൊക്കെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് രണ്ടും രണ്ട് സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ആർത്തവം എന്ന് പറയുന്നത് നമ്മൾ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമേ അല്ല, ഒരു നാണക്കേടൊന്നുമല്ല. ഒരു സ്ത്രീയുടെ ശരീരം ആരോഗ്യമായി ഇരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം മാത്രമാണിത്. അപ്പം ഇത്തരം തെറ്റായ അറിവുകൾ കാരണം നമ്മുടെ പല പെൺകുട്ടികളും പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിത്തുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾക്ക് അവർക്ക് വേണ്ട സമയത്ത് സപ്പോർട്ടും സംരക്ഷണമൊക്കെയാണ് നമ്മൾ നൽകേണ്ടത്. നമ്മൾ നല്ല ആഹാരവും ആവശ്യത്തിനുള്ള വിശ്രമവും സ്നേഹവും ഒക്കെ അവർക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്